പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിൽ ബൈസൺവാലി പഞ്ചായത്തിൽപ്പെട്ട മുട്ടുകാട് എന്ന പ്രദേശത്തേക്കായിരുന്നു. മുട്ടുകാട് ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അരമനപ്പാറ അഥവാ മുനിപ്പാറ എന്ന പ്രദേശമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ മുട്ടുകാട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് കണ്ട അതിമനോഹരമായൊരു കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇരുഭാഗത്തും നെൽപ്പാടങ്ങളും നടുവിൽ കൂടി ഒഴുകുന്ന കൈത്തോടുകളും എൻ്റെ ബാല്യകാല സ്മരണയെ അനുസ്മരിപ്പിക്കും വിധത്തിലായിരുന്നു. ഇടുക്കി ജില്ലയിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷികൾ ഇവിടെ ബൈസൺവാലി പഞ്ചായത്തിൽ ഏക്കറുകളോളം നീണ്ടു പരന്നു കിടക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ ബൈസൺവാലി പഞ്ചായത്തിനോട് എനിക്ക് വല്ലാത്ത ഒരു ബഹുമാനമാണ് തോന്നിയത്. മുട്ടുകാട് പ്രദേശത്തെ കൃഷിക്കാരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഞാൻ മുട്ടുകാട് സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു. 2 കാറും ഒരു ബസ്സും അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. 2-3 കടകൾ മാത്രമുള്ള ഒരു ചെറിയ സിറ്റിയാണ് മുട്ടുകാട്. എനിക്ക് പോകുവാനുള്ളത് ഇതാ ഈ കാണുന്ന റോഡിൽ കൂടിയാണ്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുനിപ്പാറയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. അതാ അകലക്കാടുന്ന ആ മലനിരകളാണ് മുനിപ്പാറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അരമനപ്പാറ. അവിടെയാണ് ചരിത്ര സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത്. ഇവിടെ നിന്നും 2-3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഈ അരമനപ്പാറയിലേക്ക് അഥവാ മുനിപ്പാറയിലേക്ക് പോകുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മുട്ടുകാട് സിറ്റിയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്ററോളം ഗ്യാപ്പ് റോഡ് വഴി സഞ്ചരിച്ചാൽ മുനിപ്പാറ എന്ന പ്രദേശത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ എത്തിച്ചേരും. ഇവിടെ കാണുന്ന അടയാളം ഇതാ ഈ നിൽക്കുന്ന വലിയ ഒരു പൂമരമാണ്. ഇത് മുൻകാലങ്ങളിൽ റോഡിൻ്റെ ഇരുവശവും കൊതുക് നിവാരണത്തിനായി സർക്കാർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മലേറിയ എന്ന ഇനത്തിൽപ്പെട്ട മരമാണ് ഇത്. ഇവിടെ നിന്നാണ് നമുക്ക് മുനിപ്പാറയിലേക്ക് പോകുവാനുള്ളത്. ഇതാ ഈ വഴിയിൽ കൂടി കുറേ ദൂരം പോകേണ്ടതായിട്ടുണ്ട്. ഉരുളൻ കല്ലുകളും കൂർത്ത കല്ലുകളും എല്ലാം നിറഞ്ഞു കിടക്കുന്ന വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയിൽ കൂടിയാണ് മുനിപ്പാറയിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ഞാൻ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് മുന്നോട്ട് നടന്നു. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴിയെല്ലാം പിന്നിട്ട് ഞാൻ കുറച്ച് ദൂരം കൂടി ചെന്നപ്പോൾ ഒരു പുൽമേട്ടിലാണ് എത്തിച്ചേർന്നത്. ഇവിടെ ഇഞ്ചിപ്പുല്ലെന്നും കറാച്ചി പുല്ലെന്നും തെരുവ പുല്ലെന്നുമെല്ലാം പല നാടുകളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന ഈ പുല്ലുകൾക്കിടയിൽ കൂടിയുള്ള യാത്ര വളരെ രസകരമായിരുന്നു. പുല്ലുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഞാൻ പുല്ലുകളെയെല്ലാം വകഞ്ഞു മാറ്റി സാവകാശം മുന്നോട്ട് നടന്നു. ഈ പ്രദേശം ആൾസഞ്ചാരം വളരെ കുറവുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാനിതാ മുനിപ്പാറയിൽ എത്തിച്ചേർന്നു. ഇവിടെ ഒരു ചെറിയ നീർത്തടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വീണ്ടും അല്പം കൂടി മുന്നോട്ട് നടന്നു. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ ബോർഡിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ബോർഡ് വായിക്കുവാൻ ശ്രമിച്ചു. ഇവിടെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും മുനിയറകളും
ശിലായുഗത്തിലെ മരിച്ച മനുഷ്യരെ അടക്കം ചെയ്തിരുന്ന കല്ലറുകളുമാണ് ഇവിടെയുള്ളത് എന്നതായിരുന്നു ബോർഡിലെ സാരാംശം. നീണ്ടുകിടക്കുന്ന വഴികളിൽ കൂടി ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. അല്പം അകലെയായി ഇതാ മറ്റൊരു നീർത്തടവും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. നീർത്തടവും പിന്നിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. എൻ്റെ ഇടതുഭാഗം താഴേക്ക് അതിഭയാനകമായ ഒരു കൊക്കയാണ്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഭീകരത ജനിപ്പിക്കുന്ന വലിയൊരു കൊക്ക. അതിനു സമീപത്തായി ഇതാ പ്രകൃതിക്ഷോഭത്താലോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലോ നശിപ്പിക്കപ്പെട്ട ഒരു മുനിയറ ഞാൻ കണ്ടു. അടുത്തായി 2 മുനിയറകൾ ഇതേപോലെ തന്നെ പാതി നശിച്ച രീതിയിലാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പ്രകൃതി ദുരന്തത്താലാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാലാവാം മുനിയറ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഞാൻ മുനിയറയും പിന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന പാറയിലൂടെയുള്ള യാത്ര എനിക്ക് അത്യധികം രസകരമായി തോന്നി. തൊട്ടരികിൽ ഇതാ മറ്റൊരു മുനിയറ കൂടി എനിക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ നിറയെ കല്ലുകളും പ്ലാസ്റ്റിക്കുകളുമെല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇനിയും ഇവിടെ സന്ദർശിക്കുവാൻ വരുന്ന സന്ദർശകരോട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, പ്രിയ സന്ദർശകരെ, ഇവിടെ കാണുന്ന ചരിത്രശേഷിപ്പുകളും സ്മാരകങ്ങളും കല്ലറകളും മുനിയറകളുമെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വിധത്തിലുള്ള വേസ്റ്റുകളും ഈ പ്രദേശത്ത് ഉപേക്ഷിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അങ്ങ് മുകളിലായി ഒരു മുനിയറ കണ്ടെത്തി. അതുമാത്രമല്ല, മറ്റൊരു മുനിയറയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. എന്താണെങ്കിലും മുകളിൽ കാണുന്ന മുനിയറയിലേക്ക് തന്നെ പോകുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുകളിൽ കണ്ട ആ മുനിയറയ്ക്ക് സമീപം എത്തിക്കഴിഞ്ഞു. ഇവിടെ ചുറ്റിനും പുല്ല് വളർന്നു നിൽക്കുന്ന നിലയിലാണ് മുനിയറ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അതെൻ്റെ കുടയാണ് കേട്ടോ. ഞാൻ മുനിയറയ്ക്ക് ഉള്ളിൽ ഒന്ന് കയറുവാൻ തന്നെയാണ് തീരുമാനിച്ചത്. ക്യാമറയെല്ലാം പുറത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ സാവകാശം ഉള്ളിലേക്ക് കടക്കുവാൻ തുടങ്ങി. അല്പം കുനിഞ്ഞു വേണം ഉള്ളിലേക്ക് കയറുവാൻ. ഏകദേശം ഒരു 3 അടിയിൽ കൂടുതൽ ഉയരം കാണില്ല. ഒരു 3 അടി ഉയരവും 3 അടി വീതിയും ഒരു 10 അടിയോളം നീളവുമാണ് ഈ മുനിയറയ്ക്കുള്ളത്. ഇതിൻ്റെ അങ്ങേത്തലയ്ക്കൽ ഒരു മധ്യ ഗ്ലാസും ഒരു കുപ്പിയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെയും സാമൂഹ്യ വിരുദ്ധർ വരാറുണ്ടെന്ന് സാരം. എന്താണെങ്കിലും ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഞാൻ ആകമാനം അകത്തേക്ക് വീണ്ടും ഒന്ന് കണ്ണോടിച്ചു. ഇത്രയും വലിയൊരു കല്ല്, ഒരൊറ്റ കല്ലാണ് ഇതിന് മേച്ചിലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കല്ല് ഇതാ ഈ ഒരൊറ്റ മുനയിലാണ് താങ്ങി നിൽക്കുന്നത്. അതും എന്നെ വല്ലാതെ ഒന്ന് അത്ഭുതപ്പെടുത്തി. വീഡിയോ അല്പം ലോങ് ആയിപ്പോയി. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ കല്ലറകളും മറ്റ് മുനിയറകളും പുൽപ്രദേശവും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.